ആഗോള ക്രൈസ്തവർ പാപ്പയോട് ചേർന്ന് പ്രാർത്ഥനയിൽ ഒന്നായ അസുലഭ നിമിഷങ്ങൾക്കാണ് ഇന്നലെ രാത്രി ലോകം സാക്ഷ്യം വഹിച്ചത്. ലോകത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ക്രൈസ്തവ ഭവനങ്ങളിലെ ഭൂരിഭാഗം പേരും ഓൺലൈൻ മാധ്യമങ്ങളിലെ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ ഭക്തിനിർഭരമായി പങ്കുകൊണ്ടു. ദേവാലയങ്ങളിലെ കുദാശകളും ദിവ്യബലികളും വിശ്വാസികൾക്ക് അപ്രാപ്യമാണെങ്കിലും പാപ്പയുടെ കാർമ്മികത്വത്തിലുള്ള തത്സമയ ആരാധനാ ശുശ്രൂഷകളിലെ സജീവ ദൈവ സാന്നിധ്യത്താൽ കുടുംബങ്ങൾ ദേവാലയങ്ങളായി മാറി. പൂർണ്ണ ദണ്ഡവിമോചന ലബ്ധിയുള്ള പാപ്പയുടെ ഉർബി എത് ഓർബിക്കായി വിശ്വാസികൾ ഏറെ പ്രാർത്ഥനയോടെയും തീക്ഷ്ണതയോടെയും ഒരുങ്ങിയിരുന്നു. ലോകവ്യാപകമായി ഭീതിയുടെയും മരണത്തിൻ്റെയും നിഴൽ വീശിയിരിക്കുന്ന കൊറോണ വൈറസ് അനേകരെ ആത്മീയ വരൾച്ചയിലേക്കും നിസ്സംഗതയിലേക്കും വലിച്ചിഴയ്ക്കുന്നത് വഴി ഉണ്ടായിട്ടുള്ള വിശ്വാസ പ്രതിസന്ധിയെ തിരിച്ചറിഞ്ഞ പാപ്പ വിശ്വാസികൾക്ക് തൻ്റെ ആത്മീയ സാമീപ്യവും കരുത്തും പകരാനായി പ്രത്യേകമാം വിധം തൻ്റെ ശുശ്രൂഷകൾ അജഗണത്തിന് ലഭ്യമാക്കുകയായിരുന്നു. ക്രിസ്മസ്, ഈസ്റ്റർ ദിനങ്ങളിൽ മാത്രം നൽകുന്ന നഗരത്തിനും ലോകം മുഴുവനും വേണ്ടി എന്നർത്ഥമുള്ള ഉർബി എത് ഓർബി എന്ന പാപ്പയുടെ സവിശേഷ ആശീർവാദത്തിലൂടെ ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് ആത്മീയ കരുത്തു നേടിയത്. ഏറെ ഹൃദയസ്പർശിയായ രംഗങ്ങൾക്കാണ് ആഗോള സഭ ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. മഴയുടെയും മൂകതയുടെയും കാർമേഘങ്ങൾ തിങ്ങി നിറഞ്ഞ അന്തരീക്ഷത്തിൽ വിജനമായ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ പടവുകൾ ഏകനായി നടന്നു കയറുന്ന പാപ്പയുടെ മുഖത്ത് തൻ്റെ അജഗണത്തോടുള്ള പിതൃസഹജമായ കരുതലും ഉത്കണ്ഠയും നിഴലിച്ചിരുന്നു. സാധാരണയായി പാപ്പയുടെ ഉർബി എത് ഓർബി ശുശ്രൂഷകളിൽ ജനനിബിഡമായിരുന്ന സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തെ ഇത്തവണ ശ്മശാന മൂകത ഗ്രസിച്ചിരുന്നു. എന്നാൽ പാപ്പയുടെ ആശീർവാദം മറ്റന്നത്തേക്കാൾ കൂടുതൽ ജനങ്ങൾ സ്വീകരിച്ചതും സ്വന്തമാക്കിയതും ഇപ്രാവശ്യമാണെന്ന് നിസ്സംശയം പറയാം. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനൊപ്പം സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ക്രമീകരിച്ച വചനവേദിയിലേക്ക് പാപ്പ പ്രവേശിച്ചു. പുഞ്ചിരിയോടെയും പ്രസരിപ്പോടെയും മാത്രം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമായിരുന്ന പാപ്പയുടെ മുഖത്ത് ആശങ്കയും സങ്കടവും പ്രകടമായിരുന്നു. വചന വായനയോടെയാണ് ശുശ്രൂഷകൾ ഔദ്യോഗികമായി ആരംഭിച്ചത്. യേശു കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ വചനഭാഗമായിരുന്നു വായിച്ചത്. കൊടുങ്കാറ്റിന് നടുവിൽ പരിഭ്രാന്തരായ ശിഷ്യരോട് നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന യേശുവിൻ്റെ ചോദ്യം പാപ്പ പ്രത്യേകം ധ്യാന വിഷയമാക്കി. പാപ്പ പറഞ്ഞു, നമ്മുടെ നഗരങ്ങളെയും പൊതുവീഥികളെയും ജീവിതങ്ങളെയും അന്ധകാരം വലയം ചെയ്തിരിക്കുന്ന ഭയത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഈ നാളുകളിൽ ശിഷ്യന്മാർ കൊടുങ്കാറ്റിൽ നേരിട്ട അതേ അനുഭവമാണ് നാം നേരിടുന്നത്. ഞങ്ങൾ നശിക്കുന്നു എന്ന് ഏകസ്വരത്തിൽ വിലപിച്ച ശിഷ്യന്മാരെ പോലെ ലോകം ഇന്ന് നിലവിളിക്കുകയാണ്. കൊടുങ്കാറ്റിന് നടുവിൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നീ ഇത് ഗൗനിക്കുന്നില്ലേ? മറ്റാരെയുംകാൾ മനുഷ്യരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന യേശുവിനെ ശിഷ്യന്മാരുടെ ഈ നിലവിളിക്ക് മുന്നിൽ മനസ്സലിഞ്ഞു കൊടുങ്കാറ്റിനെയും തിരമാലകളെയും അവിടുന്ന് ശാന്തമാക്കി. പാപ്പ തുടർന്നു, Benedetta appartenenza comune alla quale non possiamo sottrarci, l'appartenenza come fratelli. ജീവിത വ്യഗ്രതകളുടെയും ആകുലതകളുടെയും പരിഭ്രാന്തിയുടെയും കൊടുങ്കാറ്റിന് നടുവിൽ കർത്താവ് നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനു ഭയപ്പെടും? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? വിശ്വാസ പരീക്ഷണത്തിൻ്റെ ഈ നാളുകളിൽ നമുക്ക് കർത്താവിലേക്ക് തിരിച്ചു വരാം. ദുരിതത്തിൻ്റെ ഈ നാളുകളിൽ എല്ലാവരും ഒന്നാകട്ടെ എന്ന യേശുവിൻ്റെ പ്രാർത്ഥനയിൽ നമുക്കും പങ്കുചേരാം. പ്രാർത്ഥനയും നിശബ്ദ സേവനങ്ങളും നമ്മുടെ ആയുധങ്ങളാക്കാം. തുടർന്ന് പാപ്പ പ്രാർത്ഥിച്ചു.
കർത്താവെ, ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. ഭയപ്പെടേണ്ട എന്ന് അങ്ങ് ഞങ്ങളോട് പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം ബലഹീനമാണ്. എന്നാൽ അങ്ങ് ഞങ്ങളെ കൊടുങ്കാറ്റിൽ ഉപേക്ഷിക്കില്ല. ഞങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം ഞങ്ങൾ അവിടുത്തെ ഭരമേൽപ്പിക്കും. എന്തെന്നാൽ അങ്ങ് ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. വചനസന്ദേശം നൽകിയ ശേഷം റോമിന്റെ പ്രത്യേക മധ്യസ്ഥയായി വണങ്ങപ്പെടുന്ന സേലൂസ് പോപ്പുലി റൊമാനി ചിത്രത്തിനു മുന്നിൽ പാപ്പ ഏതാനും സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. Sed a periculis punctis libera nos semper, Virgo gloriosa et bella. തുടർന്ന് അത്ഭുത കുരിശുരൂപത്തിനു മുന്നിൽ ഏതാനും സമയം പ്രാർത്ഥനാപൂർവം നിശബ്ദനായി നിന്നു. Deprecationes ne despicias in necessitatibus, sed a periculis punctis libera nos semper, aris nobis. Flectamus iram vindicem, ploremus. കുരിശു ചുംബിച്ച ശേഷം പ്രധാന കവാടം മാത്രം തുറന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് പാപ്പ പ്രവേശിച്ചു. തുടർന്ന് അത്യപൂർവ ദിവ്യകാരുണ്യ ആരാധനയുടെ നിമിഷങ്ങളായിരുന്നു. Tanto ergo sacramentum veneremur cernui, et antiquum documentum nova cedat ritui, prestet fides supplementum sensum defectui. Genitori genitoque lauset jubilatio, salus honor virtus quoque. ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് മാപ്പപേക്ഷിച്ചും COVID-19 മഹാമാരിയിൽ നിന്നുള്ള വിടുതലിനുമായി പ്രാർത്ഥനകൾ ഉയർന്നു. പാപ്പയുടെ പ്രാർത്ഥനകളോട് ചേർന്ന് ആഗോള ക്രൈസ്തവരുടെ പ്രാർത്ഥനകൾ അൾത്താരയിലെ ധൂപത്തോടൊപ്പം സ്വർഗത്തിലേക്ക് ഉയർന്ന ചരിത്ര നിമിഷങ്ങളായിരുന്നു അത്. തുടർന്ന് ഫ്രാൻസിസ് പാപ്പ ആരാധനയുടെ സമാപന പ്രാർത്ഥന നടത്തി. തുടർന്ന് ലോകം കാത്തിരുന്ന ഊർബിത് എത് ഓർബി ആശീർവാദത്തിന്റെ നിമിഷങ്ങളായിരുന്നു. ദിവ്യകാരുണ്യനാഥനെ കരങ്ങളേന്തി മെല്ലെ ദേവാലയത്തിന് പുറത്തേക്ക് നീങ്ങിയ പാപ്പ ദിവ്യകാരുണ്യമുയർത്തി ലോകം മുഴുവനെയും ആശീർവദിച്ചു. Tanto ergo sacramentum veneremur cernui, et antiquum documentum nova cedat ritui, prestet fides
sit laude. അനുഗ്രഹത്തിന്റെയും കൃപയുടെയും മാരി ചൊരിയപ്പെട്ട പൂർണ്ണ ദണ്ഡവിമോചനത്തിന്റെ നിമിഷങ്ങൾ സഭാചരിത്രത്തിൽ അത്യപൂർവ നിമിഷങ്ങളായി രേഖപ്പെടുത്തുകയായി.